السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അൽഹംദുലില്ലാ, പരിശുദ്ധ റമദാൻ മാസം അടുത്തിരിക്കുകയാണ്. ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനകളിലൊന്നായ നോമ്പിൻ്റെ മാസമായ റമദാൻ അൽഹംദുലില്ലാ സമാഗതമായിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ റമദാനിനെ സംബന്ധിച്ചും നോമ്പിനെ സംബന്ധിച്ചും പരിശുദ്ധ ഖുർആനിലൂടെ, ഹദീസിലൂടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അതിൻ്റെ ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാം. ഈ വിഷയത്തിൽ ഖുർആനിക വചനങ്ങളും അതിനേക്കാളേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസുകളുമുണ്ട്. ഓരോ ഹദീസുകളും ഓരോ ആയത്തുകളും സ്വയം തന്നെ ഒരു വിശദീകരണമായതിനാൽ കൂടുതൽ വിശദീകരണങ്ങളില്ലാതെ ഖുർആനിലും ഹദീസിലും റമളാനിനെ സംബന്ധിച്ചും നോമ്പിനെ സംബന്ധിച്ചും വന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തത്, റമളാനിൻ്റെ പ്രത്യേകത തന്നെ നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമളാൻ മാസം എന്താണ് അതിൻ്റെ പ്രത്യേകത? ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമളാൻ. എന്നു മാത്രമല്ല, എന്താണ് അതിൻ്റെ അവതരണ ലക്ഷ്യം? ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അതിൽ ജനങ്ങൾക്കുള്ള മാർഗദർശനമുണ്ട്. ആ മാർഗദർശനത്തെ വ്യക്തമായി അതിൽ വിശദീകരിക്കുന്നുണ്ട്. അതിനു പുറമെ സത്യമെന്താണ് അസത്യമെന്താണ് എന്ന് കൃത്യമായി അത് വേർതിരിക്കുകയും ചെയ്യുന്നു. ഇത് തന്നെയാകുന്നു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നിഅമത്ത്. തനിക്ക് ശരിയായ മാർഗം കാണിക്കപ്പെടുക, നന്മയും തിന്മയും, ധർമ്മവും അധർമ്മവും, സത്യവും അസത്യവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുക, മാർഗദർശനം തന്നെ അവ്യക്തതകളില്ലാത്ത രൂപത്തിൽ ശരിയായ രൂപത്തിൽ വ്യക്തമാക്കപ്പെടുക, ഇതെല്ലാം അടങ്ങിയിട്ടുള്ള അതിമഹത്തായ അനുഗ്രഹമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാകുന്നു റമദാൻ എന്നത് തന്നെ റമദാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് റമദാനിനെ ഷഹ്റുൽ ഖുർആൻ, ഖുർആനിൻ്റെ മാസം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതാകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത്, അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യമാണ്, ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫലിയസുംഹു. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ ഹാജറുള്ളവർ നോമ്പനുഷ്ഠിക്കട്ടെ എന്നാണ്. കാരണം നോമ്പ് എന്നത് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ പ്രധാനപ്പെട്ട നോമ്പെന്ന ആരാധന അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയത്, അതിനുവേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്തത് റമളാൻ മാസമാകുന്നു, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു എന്നത് റമളാനിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകതയാണ്. ഇനി മൂന്നാമത്തത്, സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാവുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. അതിൽ നമുക്ക് കാണാം, പ്രവാചകൻ പറയുന്നു, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമളാൻ മാസത്തിൽ ഈമാനോടുകൂടി, അഥവാ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടും അവൻ്റെ ഏകത്വം അംഗീകരിച്ചുകൊണ്ടും നോമ്പ് അള്ളാഹു ഫർളാക്കിയതാണ് എന്ന് അടിയുറച്ചു വിശ്വസിച്ചുകൊണ്ടും, വഹ്തിസാബൻ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം മാത്രം കാക്ഷിച്ചുകൊണ്ടും, വേറെ ആരെയും കാണിക്കാനില്ലാതെ, കാണിക്കുക എന്ന ലക്ഷ്യമില്ലാതെ, ഇഖ്ലാസോടുകൂടി, ഈമാനോടുകൂടി റമളാൻ മാസത്തിൽ ആരെങ്കിലും നോമ്പ് നോറ്റാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അദ്ദേഹത്തിൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്നാണ്. അപ്പോൾ റമളാനിലെ നോമ്പിന് പ്രത്യേകതയുണ്ട്. എന്നാൽ റമളാനിലെ നോമ്പിന് കൂടുതൽ പ്രത്യേകതയുണ്ട്. കാരണം ഈമാനോടുകൂടി അത് നിർവഹിച്ചാൽ, ഇഹ്തിസാബോടുകൂടി അത് നിർവഹിച്ചാൽ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ്. ഇനി നാലാമത്തത്, സ്വഹീഹായ ഹദീസിൽ നമുക്ക് വീണ്ടും കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മൻ ഖാമ റമദാന
ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമളാൻ മാസത്തിലെ രാത്രികളിൽ ആരെങ്കിലും ഖിയാമുൽ ലൈൽ അഥവാ തറാവീഹ് നമസ്കരിച്ചാൽ, അതും ഏതുപോലെ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഈമാനൻ വഹ്തിസാബൻ, അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടും ആ രാത്രി നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തിൽ വിശ്വസിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ടും റമളാൻ മാസത്തിൽ ഖിയാമുൽ ലൈൽ നമസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, മുൻകഴിഞ്ഞു പോയ ആ വ്യക്തിയുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ്. രാത്രി നമസ്കാരത്തിന് ഏറെ പ്രാധാന്യമുണ്ട് ഏത് സന്ദർഭത്തിലും. പക്ഷേ റമളാൻ മാസത്തിൽ ആരെങ്കിലും അത് നിർവഹിച്ചാൽ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം ആ വ്യക്തിക്ക് പൊറുക്കപ്പെടുന്നതാകുന്നു. അഞ്ചാമത്തെ പ്രത്യേകത, അതും സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅതു ഇലൽ ജുമുഅ വറമദാനു ഇലാ റമദാൻ മുകഫിറാത്തുൻ മാ ബൈനഹുന്ന ഇദജ്തനബൽ കബായിറ. 5 വക്ത് നമസ്കാരം 2 ജുമുഅകൾക്കിടയിലുള്ള സമയങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങൾ, വറമദാനു ഇലാ റമദാൻ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെയുള്ള കാലഘട്ടം, മുകഫിറാത്തുൻ മാ ബൈനഹുന്ന ഇദജ്തനബൽ കബായിർ. ഒരാൾ വൻ പാപങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ ഒരു റമളാൻ മുതൽ മറ്റേ റമളാൻ വരെയുള്ള ആ കാലഘട്ടത്തിലെ ആ വ്യക്തിയുടെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാകുന്നു. അപ്പോൾ ഒരു വർഷത്തിലെ പാപങ്ങളെല്ലാം തന്നെ റമളാനിലൂടെ കഴുകപ്പെടുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. ആറാമത്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന ഒരു കാര്യമാണ്. സ്വഹീഹായ ഹദീസുകളിൽ വ്യത്യസ്ത രൂപത്തിൽ വന്നിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ഭാഗം നമുക്ക് മനസ്സിലാക്കാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ പറഞ്ഞു, ബഅദ മൻ അദ്റക റമളാന ഫലം യുഗ്ഫർ ലഹു. റമളാൻ മാസം ലഭിച്ചിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്തവൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടട്ടെ. മറ്റൊരു റിവായത്തിലുള്ളത് ഫദഖലൻ നാർ ഫഅബഅദഹുല്ലാ, ആ വ്യക്തി നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടട്ടെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടുകയും ചെയ്യട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അത് പ്രാർത്ഥിച്ചു. എന്നിട്ട് പ്രവാചകനോട് ആമീൻ പറയാൻ വേണ്ടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത് എന്താണ്? റമളാൻ കിട്ടിയിട്ടും പാപമോചനത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്താത്ത ആളുകൾ അവർ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടട്ടെ എന്നാണ്. അപ്പോൾ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ അവസരമാണ്, ഏറ്റവും വലിയ ചാൻസാണ് റമളാൻ മാസം. അതിനെ നഷ്ടപ്പെടുത്തുന്നവൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് തന്നെ അകന്നു പോകും. ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ എന്ന് പറയുന്നതോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഫലമുണ്ടാകും. അതുകൊണ്ട് ഭയപ്പാടോടുകൂടി നാം കാണണം, റമളാൻ കിട്ടിയിട്ടും പാപമോചനം ലഭിക്കാത്തൊരവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാവരുത്. അതിന് റമളാനിനെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക. ഏഴാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇദാ ദഖല റമളാൻ, റമളാൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ വാതിലുകളെല്ലാം തുറക്കപ്പെടും. അപ്പോൾ സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. ഓരോ വാതിലും മഹനീയമായ ചില ഇബാദത്തുകൾ ചെയ്ത ആളുകൾക്ക് പ്രവേശിക്കാനുള്ളതാണ്. ഈ വാതിലുകളെല്ലാം തുറക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാ നന്മകളിലും മുന്നേറി സ്വർഗത്തിൻ്റെ ഏത് വാതിലിലൂടെയും പ്രവേശിക്കുവാൻ അർഹനായിത്തീരുന്ന ഒരവസ്ഥ റമളാനിൽ ഉണ്ടാകുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൻ്റെ 8 വാതിലും തുറക്കപ്പെടുകയും സത്യവിശ്വാസികളെ സ്വാഗതം ചെയ്യുവാൻ അത് തയ്യാറാവുകയും ചെയ്യുന്നു എന്നത് ഏറ്റവും വലിയ ഫضലാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമളാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതുപോലെ ഒരു ആഞ്ഞു വീശുന്ന കാറ്റുപോലെ എല്ലാ സൽക്കർമ്മങ്ങളിലും മുന്നേറുക. ആ സൽക്കർമ്മങ്ങളിൽ മുന്നേറിക്കൊണ്ട് സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിലൂടെയും പ്രവേശിക്കുവാനുള്ള ഒരു ഭാഗ്യം, ഒരു നസീബ് നേടിയെടുക്കുവാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. റമളാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സ്വർഗത്തിൻ്റെ 8 വാതിലുകളും അൽഹംദുലില്ലാ തുറക്കപ്പെടുന്നതാണ്. 8ാമത്തത് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നത് തന്നെയാണ്, വഗുല്ലിഖത് അബ്വാബു ജഹന്നം, നരകത്തിൻ്റെ 7 വാതിലുകൾ, നരകത്തിന് 7 വാതിലുകളാണ്, അതെല്ലാം അടയ്ക്കപ്പെടുന്നതാണ്. എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് പ്രവേശിക്കാതെ വിശ്വാസികൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന, നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന ഏറ്റവും വലിയ ചാൻസ് റമളാൻ മാസത്തിലുണ്ട്. അക്ഷരാർത്ഥത്തിൽ റമളാൻ മാസത്തിൽ നരകത്തിൻ്റെ 7 വാതിലുകളും അടയ്ക്കപ്പെടുന്നു. ഇത് ഏറ്റവും വലിയ ഒരു നിഅമത്താണ്. വിശ്വാസികൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരമാണ്. ആ അവസരത്തെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്.
ഒമ്പതാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വസുൽസിലത്തി ഷയാത്തീനു, പിശാചിക്കളെല്ലാം ബന്ധിപ്പിക്കപ്പെടുന്നു. ഏറ്റവും വലിയ നിഅമത്തുകളിൽപ്പെട്ടതാണത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. തീർച്ചയായും പിശാച് ശത്രുവാണ് നിങ്ങളുടെ, അവനെ ശത്രുവായി തന്നെ കരുതണം. അവൻ നിങ്ങളെ നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. പിശാച് പ്രഖ്യാപിച്ചതായി ഖുർആനിൽ കാണാം, സുമ്മല ആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം. മനുഷ്യരുടെ മുന്നിലൂടെയും പിറകിലൂടെയും വലതുഭാഗത്തുകൂടെയും ഇടതുഭാഗത്തുകൂടെയും ഞാൻ അവരെ സമീപിക്കുന്നതാണ്. അപ്പോൾ ആ നിലക്ക് മനുഷ്യനെ വഴിതെറ്റിക്കാൻ മനുഷ്യൻ്റെ പിന്നാലെ കൂടുന്ന പിശാചുക്കളെ അള്ളാഹു ബന്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ നിഅമത്ത് എന്താണ്? തിന്മയിൽ നിന്ന് മാറി നിൽക്കാനും നന്മകളിൽ മുന്നേറാനുമുള്ള ശക്തമായ പ്രചോദനവും ആവേശവും അതുകൊണ്ട് തന്നെ വിശ്വാസികളിൽ ഉണ്ടാകുന്ന ഒരു മാസമാണ് റമളാൻ. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ഏറ്റവും വലിയ നിഅമത്താണ്. അതേപോലെ തന്നെ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും എന്ന് പറഞ്ഞ അതേ ഹദീസുകളുടെ മറ്റു ചില റിവായത്തുകളിൽ കാണുന്നത് അബ്വാബുർ റഹ്മ എന്നാണ്. ഫുത്തിഹത് അബ്വാബുർ റഹ്മ, കാരുണ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുക എന്നാണ്. മറ്റൊരു റിവായത്തിലുള്ളത് ഫുത്തിഹത് അബ്വാബുസ് സമാ എന്നാണ്, ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു. അപ്പോൾ ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്നത് എന്തിനാണ്? നമ്മുടെ സൽക്കർമ്മങ്ങൾ ആകാശലോകത്തേക്ക് കയറിപ്പോകാനും അള്ളാഹുവിൻ്റെ റഹ്മത്തുകൾ ഭൂമിയിലേക്ക് മനുഷ്യരിലേക്ക് ഇറങ്ങാനുമാണ്. അതാണ് അബ്വാബുർ റഹ്മ എന്നുകൂടി പറഞ്ഞത്, കാരുണ്യത്തിൻ്റെ വാതിലുകൾ. ഇങ്ങനെ കാരുണ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന, ആകാശവാതിലുകൾ തുറക്കപ്പെടുന്ന, നരകത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്ന, ശപിക്കപ്പെട്ട പിശാചുക്കൾ ബന്ധിപ്പിക്കപ്പെടുന്ന മാസം ഇത് തന്നെ മതി റമളാനിൻ്റെ ഏറ്റവും വലിയ ഖൈറായിട്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാം, ഇദാ കാനത് അവ്വലു ലൈലത്തിൻ മിൻ റമളാൻ, റമളാനിലെ ഒന്നാമത്തെ രാത്രി വന്നു കഴിഞ്ഞാൽ തന്നെ സുഫിദത്തി ഷയാത്തീനു വ മറദത്തുൽ ജിൻ, എല്ലാ ശൈത്താനുകളും ജിന്നുകളിലെ പോക്കിരികളും കെട്ടിയിടപ്പെടും. വഗുല്ലിഖത് അബ്വാബുന്നാർ ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ, നരകത്തിൻ്റെ എല്ലാ വാതിലും അടക്കപ്പെടും, ഒന്നുപോലും തുറക്കുകയില്ല. വഫുത്തിഹത് അബ്വാബുൽ ജന്ന ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ, സ്വർഗത്തിൻ്റെ മുഴുവൻ വാതിലും തുറക്കപ്പെടും, ഒന്നുപോലും അടക്കുകയുമില്ല. അപ്പോൾ ഇത് വളരെ ഖൈറായിട്ടുള്ള ഒരു കാര്യമാണ്. പത്താമത്തത്, വിളിച്ചു പറയുന്ന ഒരാൾ റമളാനിൽ വിളിച്ചു പറയും എന്താണ്? ആ ഹദീസിൻ്റെ ബാക്കി ഭാഗത്തിൽ കാണാം, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയ ശർരി അഖ്സിർ. ഖൈർ ഉദ്ദേശിക്കുന്നവരെ, പുണ്യമുദ്ദേശിക്കുന്നവരെ കടന്നു വരൂ, മുന്നോട്ട് വരൂ, മുന്നോട്ട് വരൂ എന്ന് ഒരാൾ വിളിച്ചു പറയുമെന്നാണ്. വനാദ മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ റമളാനിൻ്റെ രാവും പകലും ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. വയാ ബാഗിയ ശർരി അഖ്സിർ, തിന്മ ഉദ്ദേശിക്കുന്നവരെ പിറകോട്ടു പോകൂ, കുറയ്ക്കൂ എന്നും വിളിച്ചു പറയപ്പെടും. അപ്പോൾ ഈ ഒരു വിളിച്ചു പറയപ്പെടൽ യഥാർത്ഥത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നന്മകളിലേക്ക് മുൻകടക്കാനുള്ള ഒരു പ്രേരണയാണ്, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ശക്തമായ ഒരു പ്രചോദനവുമാണ്. ഈ ഒരു വിളിയാളം റമളാൻ മാസത്തിൽ ഉടനീളമുണ്ടാകും എന്നാണ്. 11ാമത്തത്, നാം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. അഥവാ നരകത്തിൽ പോകാൻ കാരണമായി തീരുന്ന വല്ല പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് മാപ്പ് ലഭിച്ച് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു അവസരമുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വലില്ലാഹി ഉതഖാ വദാലിക ഫീ കുല്ലി ലൈലത്തിൻ. റമളാൻ മാസത്തിലെ എല്ലാ രാത്രിയിലും അള്ളാഹു ധാരാളം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ നരകത്തിൽ പ്രവേശിക്കാൻ കാരണമായ പ്രവർത്തനങ്ങൾ ചെയ്തവർക്ക് മാപ്പ് നൽകി അള്ളാഹു അവരെ സ്വർഗത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തുന്നു. അത് റമളാനിലെ എല്ലാ രാത്രികളിലും സംഭവിക്കുന്നു എന്നാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ റമളാനിൽ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. 12ാമത്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ വന്നു കഴിഞ്ഞാൽ സ്വഹാബികളെ വിളിച്ചുകൊണ്ട് പറയാറുണ്ട്, ഖദ് ജാഅകും റമളാൻ ഷഹ്റുൻ മുബാറകുൻ. ഇതാ റമളാൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നു, ഷഹ്റുൻ മുബാറകുൻ, അനുഗ്രഹീതമായ മാസമാണ്. ഇവിടെ മുബാറക്കുൻ എന്ന് പറഞ്ഞാൽ
ഉലമാക്കൾ പറയുന്നത് അനുഗ്രഹീതമായ മാസം എന്നാണ്. ഇന്ന അനുഗ്രഹങ്ങളെന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ നിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും പെയ്തിറങ്ങുന്ന മാസമാണ് റമളാൻ എന്നും എല്ലാ ബറക്കത്തുകൾക്കും കാരണമായി തീരുന്ന മാസമാണ് റമളാൻ എന്നും റിസ്ഖിലും ഉപജീവനത്തിലും അതേപോലെ തന്നെ പാപമോചനത്തിലും സൽക്കർമ്മത്തിലും എല്ലാ വിഷയങ്ങളിലും അള്ളാഹുവിൽ നിന്ന് ബറക്കത്ത് ലഭിക്കുന്ന മാസമാണ് റമളാൻ മാസം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. 13ാമത്തെ കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹർ. റമളാൻ മാസത്തിൽ ഒരു രാത്രിയുണ്ട്, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളതാകുന്നു ആ ഒരു രാത്രി. റമളാൻ മാസത്തിൽ ഒരു രാത്രിയുണ്ട്, 1000 മാസങ്ങളെക്കാൾ അതിന് ശ്രേഷ്ഠതയുണ്ട്. നമുക്കറിയാം ഏതാണ് ആ രാത്രി എന്ന്. അത് ലൈലത്തുൽ ഖദർ ആകുന്നു. ലൈലത്തുൽ ഖദർ, ആ ലൈലത്തുൽ ഖദർ ഉൾപ്പെടുന്നത് ഏത് മാസത്തിലാണ്? റമളാൻ മാസത്തിലാകുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് ഇങ്ങനെ കൂട്ടിച്ചേർത്തു, മൻ ഹുരിമഹാ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ലഹു. ലൈലത്തുൽ ഖദറിൻ്റെ ഖൈർ ആർക്കാണോ തടയപ്പെടുന്നത് അവന് എല്ലാ ഖൈറുകളും തടയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ ഖൈറും തടയപ്പെടും ലൈലത്തുൽ ഖദർ ലഭിച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു അർത്ഥമുണ്ട്. ആർക്കെങ്കിലും ലൈലത്തുൽ ഖദർ കിട്ടിയാൽ അവന് എല്ലാ ഖൈറുകളും ലഭിക്കുന്നതാകുന്നു. അപ്പോൾ എല്ലാ ഖൈറും ലഭിക്കാൻ കാരണമായി തീരുന്ന ഒരൊറ്റ രാത്രി, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി, അതും ഉൾക്കൊള്ളുന്നത് ഏത് മാസത്തിലാണ്? റമളാൻ മാസത്തിലാണ്. 14ാമത്തെ പോയിന്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇന്ന ലികുല്ലി മുസ്ലിമിൻ ഫീ കുല്ലി യൗമിൻ വലൈലത്തിൻ ദഅവത്തുൻ മുസ്തജാബ. എല്ലാ മുസ്ലിമിനും റമളാനിൻ്റെ എല്ലാ പകലിലും രാത്രിയിലും ദഅവത്തുൻ മുസ്തജാബ, ഉത്തരം നൽകപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ട് എന്നാണ്. അപ്പോൾ റമളാൻ മാസത്തിലെ എല്ലാ പകലുകളിലും റമളാൻ മാസത്തിലെ എല്ലാ രാത്രികളിലും ഉത്തരം നൽകപ്പെടുന്ന പ്രാർത്ഥനയുണ്ട്. അപ്പോൾ പ്രാർത്ഥനയുടെ മാസമാണ് റമളാൻ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ നോമ്പുമായി ബന്ധപ്പെട്ട 2 ആയത്തുകളുടെ മധ്യ വരുന്ന ആയത്ത് ഏതാണ്? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ. എൻ്റെ അടിമകൾ എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ പറയുക, ഞാൻ അവരുടെ സമീപസ്ഥനാണ്. അവരെന്നോട് വിളിച്ചു പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകാം. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള, അതിന് ഉത്തരം നൽകപ്പെടുന്ന മാസമാണ് റമളാൻ. അതെല്ലാ പകലിലുമുണ്ട്, എല്ലാ രാത്രിയിലുമുണ്ട്. അൽഹംദുലില്ലാ. 15ാമത്തെ പോയിന്റ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നു. എന്നിട്ട് പ്രവാചകനോട് അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ് അറഅയ്ത ഇൻ ഷഹിദ്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് വ സ്വല്ലൈതു സ്വലവാതിൽ ഖംസ് വ അദ്ദൈതു സക്കാ വ സുംതു റമദാൻ വ ഖുംതുഹു ഫമിമ്മൻ അന. അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ ഷഹാദത്ത് കലിമ വിശ്വസിക്കുകയും 5 വക്ത് നമസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും റമളാനിൽ നോമ്പനുഷ്ഠിക്കുകയും രാത്രിയിൽ തറാവീഹ് നമസ്കരിക്കുകയും ചെയ്താൽ ഫമിമ്മൻ അന, ഞാൻ ആരുടെ കൂട്ടത്തിലായിരിക്കും? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിനസ് സിദ്ദീഖീന വശുഹദാ, സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും കൂട്ടത്തിലായിരിക്കും. അൽഹംദുലില്ലാ. ഷഹീദായിട്ടില്ലെങ്കിൽ പോലും ശുഹദാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടും. റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുക, രാത്രിയിൽ ഖിയാമുൽ ലൈൽ റമളാനിൽ നമസ്കരിക്കുക, മറ്റു കാര്യങ്ങൾ കൂടി ചെയ്താൽ അപ്പോൾ സിദ്ദീഖീങ്ങളിലും ശുഹദാക്കളിലും ഉൾപ്പെടാനുള്ള വളരെ വലിയൊരു അവസരമാണ് ഇത് എന്ന് നാം മനസ്സിലാക്കുക. 16ാമത്തത് നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലൈലത്തുൽ ഖദർ റമളാനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ ആരെങ്കിലും ഈമാനോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി രാത്രി നിന്ന് നമസ്കരിച്ചാൽ അദ്ദേഹത്തിൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. അപ്പോൾ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ ഖിയാമുൽ ലൈൽ എല്ലാ രാത്രികളിലും ശ്രേഷ്ഠമാണ്. റമളാനിൽ അതിന് പ്രത്യേകതയുണ്ട്. റമളാനിൽ എല്ലാ രാത്രികളിലും ഏറെ ശ്രേഷ്ഠമാണ്. എന്നാൽ ലൈലത്തുൽ ഖദറിൽ കൂടുതൽ പ്രാധാന്യമുണ്ട്. ആ ലൈലത്തുൽ ഖദറിൽ ആരെങ്കിലും ഖിയാമുൽ ലൈൽ നമസ്കരിച്ചാൽ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാകുന്നു. 17ാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അൽ ഉംറതു ഫി റമളാൻ തഅദിലു ഹജ്ജതൻ. റമളാനിലെ ഒരു ഉംറ ഹജ്ജിന് പകരമാണ് എന്നാണ്. മറ്റൊരു റിവായത്തിലുള്ളത് ഹജ്ജത്തൻ മഈ, എൻ്റെ കൂടെ ഹജ്ജ് ചെയ്തതുപോലെയാണ് എന്നാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ. പരിശുദ്ധ റമളാൻ മാസത്തിൽ ഒരു ഉംറ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ടാകും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ 18ാമത്തെ കാര്യമാണ്, ഇസ്ലാമിലെ വളരെ ശ്രേഷ്ഠകരമായൊരു ഇബാദത്താണ് അൽ ഇഅ്തികാഫ്, പള്ളിയിൽ ഭജനമിരിക്കുക.
പള്ളിയിൽ നിന്ന് പുറത്തു പോവാതെ പള്ളിയിൽ തന്നെ ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഏറ്റവും മഹനീയമായ ഇബാദത്തുകളിൽ ഒന്നാണ് ഇഅ്തികാഫ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫിന് വേണ്ടി തെരഞ്ഞെടുത്തിരുന്നത് റമളാൻ മാസമാണ്. സ്വഹീഹായ ഹദീസുകളിൽ കാണാം, കാന യഅ്തകിഫു ഫിൽ ആശിരിൽ അവാഖിരി മിൻ റമളാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ മാസത്തിലെ അവസാനത്തെ 10 ദിവസങ്ങളിൽ ഇഅ്തികാഫിരുന്നിരുന്നു. അപ്പോൾ ഇഅ്തികാഫിരിക്കുക എന്ന ആ മഹത്തായ ഇബാദത്ത് ചെയ്യാനുള്ള ഒരു അവസരം കൂടി റമളാൻ മാസത്തിൽ ലഭിക്കുകയാണ്. പ്രത്യേകിച്ചും അവസാനത്തെ പുണ്യം നിറഞ്ഞ 10 രാവുകളിൽ എന്ന് നമ്മൾ മനസ്സിലാക്കുക. 19ാമത്തത് പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം തന്നെയാണ്. നമുക്കറിയാം, ഏത് സന്ദർഭത്തിലും ഒരു ഹർഫിന് 10 കൂലി വെച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നത്. അലിഫ് ലാം മീം എന്ന് ഓതിയാൽ തീർച്ചയായും 30 കൂലിയാണ്. എന്നാൽ മനസ്സിലാക്കുക, റമളാൻ മാസത്തിൽ അതിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഷഹ്റുൽ ഖുർആൻ, ഖുർആനിൻ്റെ മാസം എന്ന് അത് പറയപ്പെട്ടിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ നാം നേരത്തെ പറഞ്ഞതുപോലെ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അതുകൊണ്ട് റമളാൻ മാസം സന്മാർഗത്തിന് കാരണമായി തീരുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ നിരന്തരമായ പാരായണം ഉണ്ടാവണം. നബിയും സ്വഹാബികളും താബിയങ്ങളും തബഉ താബിയങ്ങളും സലഫു സാലിഹ്യങ്ങളും നമുക്കതിൽ വ്യക്തമായ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. 20ാമത്തത് പരിശുദ്ധ ഖുർആൻ നമ്മുടെ ഹിഫ്ളുകൾ ഒത്തുനോക്കുവാനും അതേപോലെ തന്നെ ഖുർആൻ പഠിക്കുവാനും അതിൻ്റേതായ മജ്ലിസുകൾക്കും പ്രാധാന്യം നൽകേണ്ടുന്ന മാസമാകുന്നു. സ്വഹീഹായ ഹദീസ് നമുക്ക് കാണാം, വകാന യൽഖാഹു ജിബ്രീലു അലൈഹി സ്വലാത്തു വസ്സലാം ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാന ഫയുദാരിസുഹുൽ ഖുർആൻ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റമളാനിൻ്റെ എല്ലാ രാത്രിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമായിരുന്നു. എന്നിട്ട് ഫയുദാരിസുഹുൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ തിരിച്ചു ഓതി കൊടുക്കുമായിരുന്നു. അങ്ങനെ ഖുർആൻ ഒത്തുനോക്കുന്ന മാസമായി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയും അള്ളാഹുവിൻ്റെ റസൂലും തിരഞ്ഞെടുത്തത് റമളാൻ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലഘട്ടത്തിൽ 2 തവണ ആദ്യം മുതൽ അവസാനം വരെ അത് ഒത്തുനോക്കിയിട്ടുണ്ട്. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവും അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവും ആ ഒരു സംഭവത്തിന് സാക്ഷികളായിട്ടുണ്ട് എന്നും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഖുർആനിൻ്റെ ഹിഫളെല്ലാം ശരിയാക്കുന്ന, അതൊത്തുനോക്കുന്ന, പരസ്പരം വിദ്യാർത്ഥികളും അല്ലാത്തവരും തമ്മിലെല്ലാം ഖുർആനുമായി ബന്ധപ്പെട്ട ചർച്ചകളും പഠനങ്ങളും നടത്താൻ സാധിക്കുന്ന ഒരു മാസം കൂടിയാകുന്നു റമളാൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ പറഞ്ഞ ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും എല്ലാം തന്നെ നാം മനസ്സിലാക്കിയത് റമളാനിൻ്റെ പോരിശയാണ്. അതോടൊപ്പം ഇനിയും നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എന്താണത്? ഈ റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കിയത് എന്താണ്? ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫലിയസും, നോമ്പനുഷ്ഠിക്കട്ടെ എന്നാണ്. ആ നോമ്പിനെ സംബന്ധിച്ചും ഇൻഷാ അല്ലാഹ് അല്പം നമുക്ക് മനസ്സിലാക്കാം. അതുകൂടി മനസ്സിലാകുമ്പോഴാണ് റമളാനിൻ്റെ ഒരു വലിപ്പവും മഹത്വവും നമുക്ക് മനസ്സിലാകുന്നത്. 21ാമത്തെ പോയിന്റായി നമുക്ക് മനസ്സിലാക്കാം. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. വിശ്വാസികളെ, അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു, പൂർവികർക്കും നിർബന്ധമാക്കിയതുപോലെ. എന്തിനാണത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള ആളുകളായി തീരാൻ വേണ്ടി. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കലും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് ഒഴിവാക്കലും, അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ അതാണ്. ആ ഒരു തഖ്വയുള്ള ആളുകളായി നമ്മെ മാറ്റുക എന്നതാണ് റമളാനിൻ്റെ ലക്ഷ്യം. കാരണം സ്വർഗത്തെക്കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് തഖ്വയില്ലാതെ സ്വർഗത്ത് പോകാൻ കഴിയില്ല. നമ്മുടെ അമലുകൾ സ്വീകരിക്കണമെങ്കിലും തഖ്വ വേണം. കാരണം അള്ളാഹു പറയുന്നത് ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ അള്ളാഹു അമലുകൾ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ അമൽ അള്ളാഹു സ്വീകരിക്കണം, നമുക്ക് സ്വർഗത്തിൽ പോകണം. അതിനെന്ത് വേണം? നമുക്ക് തഖ്വ വേണം. ആ തഖ്വ ലഭിക്കുവാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ ഇബാദത്താണ് സിയാം, നോമ്പ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. മാത്രമല്ല 22ാമത്തെ പോയിന്റായി മനസ്സിലാക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ് അദ്ദേഹം ചോദിച്ചത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനി അൽ ജന്ന, എനിക്കൊരു അമല് പറഞ്ഞു തരണം. ആ അമല് ചെയ്താൽ എനിക്ക് സ്വർഗത്ത് പോകാൻ പറ്റും.
അങ്ങനെ സ്വർഗം ഗ്യാരണ്ടി നൽകുന്ന ഒരു അമല് പറഞ്ഞു തരണം. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അലൈക ബിസ്സൗം, നീ നോമ്പനുഷ്ഠിക്കുക. ഫഇന്നഹു ലാ ഇദ്ല ലഹു, നോമ്പിന് പകരം നിൽക്കുന്ന വേറെ ഒരു അമലുമില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ലാ മിസ്ല ലഹു, അതിന് തുല്യമായി നിൽക്കുന്ന വേറൊരു ആരാധനയില്ല. അപ്പോൾ എനിക്ക് സ്വർഗത്തിൽ പോവാൻ ഗ്യാരണ്ടി നൽകുന്ന ഒരു അമല് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറയുന്നത്? നീ നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞു നിർത്താതെ ഫഇന്നഹു ലാ ഇദ്ല ലഹു, അതിന് പകരം നിൽക്കുന്ന മറ്റൊരു ആരാധനയില്ലെന്ന് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏറെ ശ്രദ്ധേയമാണ്. മാത്രമല്ല 23ാമത്തെ ഒരു ഫവായിദായ ഒരു ഫളലായി മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ യൗമൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹ് ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന. ആരെങ്കിലും അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിച്ചാൽ ഖുതിമ ലഹു ബിഹ, അന്ന് അയാൾ ആ നോമ്പുകാരനായി കൊണ്ട് മരിക്കുകയും ചെയ്താൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ നോമ്പുകാരനായിരിക്കെ മരണപ്പെടുക എന്നത് വളരെ വലിയ ഫളലുള്ളതാണ്. അങ്ങനെ നോമ്പോടുകൂടി ഒരാൾ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത്രയും പ്രാധാന്യം അതിനുണ്ട്. 24 നമുക്ക് മനസ്സിലാക്കാം. 24ാമത്തെ പോയിന്റായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന ഫിൽ ജന്നതി ബാബൻ യുഖാലു ലഹു റയ്യാനു യദ്ഖുലു മിൻഹു സായിമൂന യൗമൽ ഖിയാമത്തി ലാ യദ്ഖുലു മഅഹും അഹദുൻ ഗൈറുഹും. സ്വർഗത്തിലൊരു വാതിലുണ്ട്, ആ വാതിലിൻ്റെ പേര് റയ്യാൻ എന്നാണ്. 8 കവാടങ്ങളുള്ള സ്വർഗത്തിൽ ഒരു വാതിലിൻ്റെ പേര് റയ്യാൻ എന്നാകുന്നു. നോമ്പുകാർക്ക് മാത്രമാണ് അതിലൂടെ പ്രവേശനം, അവരുടെ കൂടെ വേറെ ആരും പ്രവേശിക്കുകയില്ല. ഫഇദാ ദഖല ആഖിറുഹും ഉഗ്ലിഖ് ഫലം യദ്ഖുൽ മിൻഹു അഹദുൻ. ആ നോമ്പുകാരിൽ അവസാനത്തെ ആൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ഡോർ ക്ലോസ് ചെയ്യും, പിന്നെ ആർക്കും അതിലൂടെ പോകാൻ കഴിയില്ല. അപ്പോൾ നോമ്പുകാരോടുള്ള ആദരവാണത്, അള്ളാഹുവിന് നോമ്പുകാരോടുള്ള ഇഷ്ടമാണത്, മഹബത്താണത്. അങ്ങനെ അള്ളാഹുവിൻ്റെ റഹ്മത്തും മഹബത്തിൻ്റെയും അടയാളമായി റയ്യാൻ എന്നൊരു വാതിൽ തന്നെ സ്വർഗലോകത്തുണ്ട്. അത് നോമ്പുകാർക്കുള്ളതാണ് എന്നത് എത്രമാത്രം സന്തോഷം നൽകുന്ന കാര്യമാണ് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. അതേപോലെ തന്നെ 25ാമത്തെ ഒരു ഫളലായി നമുക്ക് മനസ്സിലാക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ. ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പ് നോറ്റാൽ അവൻ്റെ മുഖത്തെ നരകത്തിൽ നിന്ന് 70 വർഷത്തെ വഴിദൂരം അള്ളാഹു സുബ്ഹാനഹു വ തആല അകറ്റുമെന്നാണ്. എന്ന് പറഞ്ഞാൽ 70 വർഷം സഞ്ചരിച്ചാലേ പിന്നെ നരകത്തിലേക്ക് എത്തുകയുള്ളൂ. അത്രയും ദൂരം അകറ്റും ഒരൊറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട്. അപ്പോൾ ഒരു മാസത്തെ നോമ്പിൻ്റെ ഒരു പ്രാധാന്യവും ഫദ്ലും ആലോചിച്ചു നോക്കുക. മറ്റൊരു റിവായത്തിൽ ഇങ്ങനെ കാണാം, അസ്സിയാമു ജുന്ന യസ്തജിന്നു ബിഹൽ അബ്ദു മിനന്നാർ. നോമ്പെന്നത് ഒരു പരിചയാണ്, ഒരടിമ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുന്ന പരിചയാണ്. അതിലൂടെ നരകത്തിൽ നിന്ന് ഒരടിമ രക്ഷ തേടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നരകത്തെ തൊട്ട് നമ്മളെ കാക്കുന്ന ഏറ്റവും വലിയ പരിചകളിൽ ഒന്നാണ് നോമ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. 26ാമത്തെ ഫളലായി നമുക്ക് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസാണ്, കുല്ലു അമലി ഇബ്നി ആദമ യുളാഅഫുൽ ഹസനതു 10 അംസാലിഹാ ഇലാ 700 ضعഫിൻ ഖാല അല്ലാഹു അസ്സ വജൽ ഇല്ല الصوم ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി യദഉ ശഹ്വതഹു വതആമഹു മിൻ അജ്ലി. ആദം സന്തതികളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും അവർക്കുള്ളതാണ്. 1ന് 10, പിന്നീട് 700, പിന്നീട് അതിനേക്കാൾ കൂടുതൽ നാം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. എന്നാൽ ഇല്ല സൗം, നോമ്പൊഴികെ ഫഇന്നഹു ലീ വഅന അജ്സി ബി, അതെനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം ഞാനാണ് നൽകുക എന്നാണ്. കാരണം അയാൾ തൻ്റെ വികാരവും ഭക്ഷണവുമെല്ലാം എൻ്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് ഒഴിവാക്കി. അപ്പോൾ നോമ്പിൻ്റെ പ്രതിഫലം അള്ളാഹുവാണ് നൽകുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ബാക്കിയുള്ളത് അള്ളാഹു അല്ല നൽകുന്നത് എന്നല്ല, മറിച്ച് കണക്ക് നോക്കാതെ എത്രയെന്ന്, അതിൻ്റെ ഒരു വലിപ്പവും മഹത്വവും വിശാലതയും എത്രയാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അള്ളാഹു അത് ഗോപ്യമാക്കി വെച്ചിരിക്കുന്നു എന്നാണ്. ഇതിനേക്കാൾ വലിയൊരു സന്തോഷ വാർത്ത നോമ്പുകാർക്ക് വേറെ എന്താണ് ലഭിക്കാനുള്ളത്? ആ നോമ്പിൻ്റെ മാസമായ റമളാനാണ് അൽഹംദുലില്ലാ കടന്നു വരുന്നത്. അള്ളാഹുവാണ് അതിന് പ്രതിഫലം നൽകുന്നത്. ശരിക്കും ആലോചിക്കുക, ചിന്തിക്കുക. 27ാമത്തെ ഫളലായി മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലിസ്സായിമി ഫർഹതാൻ ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. നോമ്പുകാരന് 2 സന്തോഷമുണ്ട്, 2 ആഹ്ലാദമുണ്ട്. ഒന്ന് ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, നോമ്പ് തുറക്കുമ്പോൾ. 2 അർത്ഥം അതിനുണ്ട്. ഒന്ന് മഗ്രിബിൻ്റെ സമയത്ത് നോമ്പ് തുറക്കൽ, മറ്റൊന്ന് റമളാൻ കഴിഞ്ഞ് ഈദുൽ ഫിത്ർ വരൽ. 2ആണെങ്കിലും സന്തോഷമാണ്, ആഹ്ലാദമാണ്. അതേപോലെ തന്നെ വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ
മറ്റൊരു റിവായത്തിലുണ്ട്, അതെന്താണ് ആ സന്തോഷം? ഫരിഹ ബി സൗമിഹി, നോമ്പ് കാരണം സന്തോഷിക്കുന്നതാണ്. മഹ്ശറിലെത്തുമ്പോൾ താൻ നോമ്പ് നോറ്റതിൻ്റെ ഫളായിലുകൾ അയാൾക്ക് ബോധ്യപ്പെടുന്നത് മഹ്ശറിലായിരിക്കുമെന്നാണ്. 50,000 വർഷത്തെ ദൈർഘ്യമുള്ള ആ ഒരു മഹ്ശറിൽ, ഒട്ടനവധി പരീക്ഷണങ്ങൾ കൊണ്ട് നിറഞ്ഞ മഹ്ശറിൽ നോമ്പുകാരൻ ആഹ്ലാദത്തിലായിരിക്കുമെന്നാണ്. കാരണം അത്രമാത്രം നിഅമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. 28ാമത്തെ പോയിന്റ്, വല ഖുലൂഫു ഫീഹി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, അവൻ്റെ വായയുടെ ഗന്ധം അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതായിരിക്കുന്നതാണ്. കാരണം നോമ്പുകാരൻ്റെ വായക്ക് ഒരു അനിഷ്ടകരമായ ഗന്ധമാണ് ഉണ്ടാവുക, ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടും അതേപോലെ തന്നെ വയറ്റിലൊന്നും ഇല്ലാത്തതുകൊണ്ടും. പക്ഷേ അള്ളാഹുവിനെ അനുസരിക്കുന്നത് കാരണത്താൽ ഉണ്ടാകുന്ന ഏത് പ്രയാസങ്ങളും പരലോകത്ത് ഹൈറായി തീരും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഗന്ധത്തെ അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ ഗന്ധമുള്ളതാക്കി മാറ്റുന്നത്. നോമ്പുകാരൻ്റെ വായക്ക് കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ടാകും മഹ്ശറിൽ ഇൻഷാ അല്ലാഹു തആല. അതിൽ മറ്റൊരു തത്വവും ഉലമാക്കൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഈ ദുനിയാവിൽ വെച്ച് നാം അള്ളാഹുവിനെ അനുസരിക്കുമ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായി തീർന്നേക്കാം. പക്ഷേ അതെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ഫളലുള്ള കാര്യങ്ങളാണ് എന്ന് നാം ഈ ഹദീസിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ്. അതേപോലെ തന്നെ 29ാമത്തെ പോയിൻ്റായി മനസ്സിലാക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സലാസു ദഅവാത്തിൻ മുസ്തജാബാത്തുൻ ദഅവത്തുസ് സായിം വ ദഅവത്തുൽ മദ്ലൂം വ ദഅവത്തുൽ മുസാഫിർ. 3 പ്രാർത്ഥനകൾ ഉത്തരം നൽകപ്പെടുന്ന പ്രാർത്ഥനയാണ്. അതിൽ ആദ്യം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് ദഅവത്തുസ് സായിം, നോമ്പുകാരൻ്റെ ദുആ ആണ്. പിന്നീട് ആക്രമിക്കപ്പെട്ടവനും യാത്രക്കാരനും. അപ്പോൾ നോമ്പുകാരൻ്റെ ദുആക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ ഒരു വാക്കിൽ നമ്മൾ മനസ്സിലാക്കി, റമളാനിലെ എല്ലാ പകലും രാത്രിയിലും ദുആക്ക് ഉത്തരം നൽകപ്പെടും. അപ്പോൾ റമളാനും നോമ്പും ഒത്തുവന്നാലോ അൽഹംദുലില്ലാ, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം നോമ്പുകാരൻ്റെ ഏത് സന്ദർഭത്തിലെ ദുആയും സ്വീകരിക്കപ്പെടുന്നതാണെങ്കിൽ റമളാനിൽ അത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതേപോലെ 30ാമത്തെ പോയിൻ്റായി മനസ്സിലാക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദ്. ഖുർആനും അതേപോലെ തന്നെ നോമ്പും ഖിയാമത്ത് നാളിൽ ഒരടിമക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ പറയുന്നതാണ്. യഖൂലു സായിം, നോമ്പ് എന്താണ് പറയുന്നത്? റബ്ബി ഇന്നി മനഅതുഹു ത്വആമ വശഹവാത് ബിന്നഹാർ. അള്ളാഹുവേ, ഭക്ഷണവും ഷഹവാത്തുകളും അഥവാ ലൈംഗിക വികാരങ്ങളും അതേപോലെയുള്ള കാര്യങ്ങളും ഞാൻ ഈ വ്യക്തിക്ക് പകലിൽ തടഞ്ഞിരിക്കുന്നു. ഫശഫിഅ്നി ഫീ, അതുകൊണ്ട് എനിക്ക് ശുപാർശ പറയാൻ അവസരം വേണം എന്നാണ്. ഖുർആൻ പറയും, അല്ലാഹുവേ മനഅതുഹു നൗമ ബില്ലൈൽ, രാത്രിയിൽ ഉറങ്ങുന്നതിൽ നിന്ന് ഞാൻ അയാളെ തടഞ്ഞിരിക്കുന്നു. ഫയുശഫഅൻ, അപ്പോൾ അവർ 2 പേരുടെയും ശുപാർശ സ്വീകരിക്കപ്പെടുമെന്നാണ്. അപ്പോൾ നോമ്പ് നമുക്ക് വേണ്ടി ശുപാർശ പറയും. മഹ്ശറിൽ നമ്മുടെ ഉറ്റ ബന്ധുക്കളും ബന്ധുമിത്രാദികളും ഏറ്റവും അടുത്ത ആളുകളുമെല്ലാം നമ്മെ വിട്ടു പോകുമ്പോൾ, നേതാക്കളും അനുയായികളും വേർതിരിക്കപ്പെടുമ്പോഴെല്ലാം നമുക്ക് വേണ്ടി ശുപാർശ പറയാൻ നോമ്പും ഖുർആനും ഉണ്ടായിരിക്കുക എന്നതിനേക്കാൾ വലിയ സന്തോഷവും ആഹ്ലാദവും വേറെ എന്താണ്? അതുകൊണ്ട് തന്നെ നോമ്പിലൂടെ പരലോകത്ത് നമുക്ക് ശുപാർശ ലഭിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ 31ാമത്തെ പോയിൻ്റായി മനസ്സിലാക്കേണ്ടത്, മനുഷ്യന് ആത്മനിയന്ത്രണം നൽകാനും ദേഹേച്ഛകളെ പിടിച്ചു വെക്കാനും നോമ്പിനെ പോലെ സഹായിക്കുന്ന മറ്റൊരു ഇബാദത്തില്ല എന്നാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, മനിസ്തതാഅ അൽ ബാഅത മിൻകും ഫലിയതസവ്വജ് ഫഇന്നഹു അഗദ്ദു ലിൽ ബസരി വഅഹ്സനു ലിൽ ഫർജ് വമൻ ലം യസ്തതി ഫഅലൈഹി ബിസ്സൗം ഫഇന്നഹു ലഹു വിജാഉൻ. യുവാക്കളെ, നിങ്ങളിൽ കഴിവുള്ളവർ കല്യാണം കഴിക്കുക. ഇനി നിങ്ങൾക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ, കാരണം കല്യാണം കഴിക്കുമ്പോൾ അത് നിങ്ങളുടെ കണ്ണുകൾക്ക് സുരക്ഷയാണ്, ലൈംഗികാവയവങ്ങൾക്ക് സുരക്ഷയാണ്. എന്നാൽ വിവാഹം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ഫഅലൈഹി ബിസ്സൗമി, അവൻ നോമ്പ് നോൽക്കട്ടെ. ഫഇന്നഹു ലഹു വിജാഉൻ, ആ നോമ്പ് അവനൊരു പരിചയാണ്, ശക്തമായ ആത്മനിയന്ത്രണത്തിൻ്റെ വസീലയാണ് നോമ്പ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അപ്പോൾ നോമ്പിലൂടെ ആത്മനിയന്ത്രണം, സൗമ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പിടിച്ചു വെക്കുക എന്നാണ്. മനസ്സിനെ, ഹൃദയത്തെ, ആഗ്രഹങ്ങളെ, ഷഹവാത്തുകളെ പിടിച്ചു വെക്കുവാൻ നോമ്പ് സഹായിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. 32ാമത് നോമ്പിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, സൗമു ഷഹരി സബർ, സബറിൻ്റെ മാസത്തിലെ നോമ്പ്. വസലാസത്തി അയ്യാമിൻ മിൻ കുല്ലി ഷഹരിൻ, എല്ലാ മാസവും 3 നോമ്പുകളും യുദ്ഹിബിന വഹറ സദർ, ഹൃദയത്തിൻ്റെ ഞെരുക്കത്തെ അത് ഇല്ലാതെയാക്കുന്നു എന്നാണ്.
അപ്പോൾ റമളാൻ മാസത്തിലെ നോമ്പും പിന്നെ എല്ലാ മാസവും നോൽക്കുന്ന 3 നോമ്പുകളും ഇത് ഹൃദയത്തിൻ്റെ വിശാലത നൽകുന്നു എന്നാണ്. മനസ്സിൻ്റെ ഇടുങ്ങിയ അവസ്ഥയെ ഇല്ലാതെയാക്കി ഹൃദയത്തിന് വിശാലത ലഭിക്കുന്നു. നാളെ പരലോകത്ത് മനുഷ്യന് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ളത് ഹൃദയവിശാലതയാണ്. ആ ഹൃദയവിശാലത നോമ്പിലൂടെ നേടിയെടുക്കുന്നു. ഒരാൾ സൽസ്വഭാവിയും നല്ല പെരുമാറ്റക്കാരനും ക്ഷമാശീലനുമെല്ലാമായി തീരുന്നു യഥാർത്ഥത്തിൽ നോമ്പിലൂടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. 33-ാമത്തത്, ഒരു സമൂഹത്തിൽ അച്ചടക്കത്തോടുകൂടി ജീവിക്കുവാൻ നോമ്പ് സഹായിക്കുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അസ്സിയാമു ജുന്ന, നോമ്പ് പരിചയാണ്. വഇദാ കാന യൗമു സൗമി അഹദികും ഫലാ യർഫുസ് വലാ യസ്ഖബ് വഇൻ സാബഹു അഹദുൻ ഔ ഖാതലഹു ഫൽയഖുൽ ഇന്നി ഇംറുഉൻ സായിമുൻ. നോമ്പ് ഒരു പരിചയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആരെങ്കിലും നോമ്പുകാരനാണെങ്കിൽ ഒരിക്കലും ചീത്ത വാക്കുകൾ പറയരുത്. അതേപോലെ തന്നെ ഷണ്ട കൂടരുത്. ആരെങ്കിലും ഷണ്ട കൂടാൻ വന്നാൽ തന്നെ എന്ത് പറയണം? ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയണം. മറ്റൊരു ഹദീസിൽ സ്ഥിരപ്പെട്ട നമുക്കറിയാമല്ലോ, മല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വ ശറാബ. മോശമായ വാക്കുകളും പ്രവൃത്തികളും ആരെങ്കിലും ഒഴിവാക്കുന്നില്ലെങ്കിൽ അവൻ വെള്ളം ഉപേക്ഷിച്ചതുകൊണ്ടോ ഭക്ഷണം ഉപേക്ഷിച്ചതുകൊണ്ടോ അള്ളാഹുവിന് യാതൊരു ഹാജത്തുമില്ല, ആവശ്യവുമില്ല. അപ്പോൾ നോമ്പിലൂടെ നല്ല വാക്കുകൾ പറയുന്ന, ഷണ്ട കൂടാത്ത, സമാധാനം കാക്ഷിക്കുന്ന ഒരു നല്ല വ്യക്തിത്വത്തെ രൂപീകരിക്കുന്നു നോമ്പ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല 34-ാമത്തെ പോയിൻ്റായി നമുക്ക് മനസ്സിലാക്കാം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പോകുവാനും നോമ്പിലൂടെ ലഭിക്കുന്ന സ്വഭാവമാണ് നമ്മെ സഹായിക്കുന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഹുജിബത്തിൻ നാറു ബിശ്ശഹവാത്ത്. നരകം ചുറ്റപ്പെട്ടിട്ടുള്ളത് ഷഹവാത്തുകൾ കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ, ദേഹേച്ഛകൾ, അവൻ്റെ പൂതികൾ, അതിനോടുള്ള തോന്നിവാസങ്ങളോടും വൃത്തികേടുകളോടുമുള്ള അവൻ്റെ താല്പര്യങ്ങൾ കൊണ്ടാണ് നരകം ചുറ്റപ്പെട്ടിട്ടുള്ളത്. അതിലേക്ക് ആരാണോ സമീപിക്കുന്നത് പിന്നീട് അവന് പോകാനുള്ളത് നരകമാണ്. എന്നാൽ വഹുജിബത്തിൽ ജന്നത്തു ബിൽ മക്കാരിഹ്, സ്വർഗം ചുറ്റപ്പെട്ടിട്ടുള്ളത് മക്കാരിഹുകൾ കൊണ്ടാണ്, ശ്രമകരമായ പ്രയാസം നിറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ്. ആ പ്രയാസം നിറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ സ്വർഗത്തിൽ പോകാം, എന്നാൽ ഷഹവാത്തിൻ്റെ പിന്നാലെ പോയാൽ നരകത്തിലേക്കും പോകേണ്ടി വരും. ഇത് രണ്ടിൽ നിന്നും മനുഷ്യനെ തടയുന്നതാണ് അസ്സിയാം. ആ പദം തന്നെ സ്വാമ എന്ന് പറഞ്ഞാൽ അംസക്ക എന്നാണ്, പിടിച്ചു വെക്കുക എന്നതാണ്. എല്ലാ ഷഹവാത്തിൽ നിന്നും വിട്ടുനിൽക്കുക, ശ്രമകരമായ കാര്യങ്ങൾ ചെയ്യുക. നോമ്പിലൂടെ നമ്മളതാണ് ചെയ്യുന്നത്. ഫജ്ർ മുതൽ മഗ്രിബ് വരെ വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ഭാര്യയുമായി ബന്ധപ്പെടുന്നില്ല. അങ്ങനെ നമ്മൾ ശ്രമകരമായൊരു കാര്യം ചെയ്യുന്നു. അതേ സന്ദർഭത്തിൽ തന്നെ ഷഹവാത്തുകളിലേക്ക്, മനസ്സിൻ്റെ ആഗ്രഹങ്ങളിലേക്ക് പോകാതെ പിടിച്ചു നിൽക്കുകയും ചെയ്യുന്നു. അതിലൂടെ നമ്മൾ ശീലിക്കുന്നത് സ്വർഗത്തിലെത്തപ്പെടാൻ ആവശ്യമായിട്ടുള്ള വലിയൊരു സ്വഭാവ വിശേഷമാണ് റമളാനിലൂടെയും റമളാനിലെ നോമ്പിലൂടെയും നാം നേടിയെടുക്കുന്നത്. അപ്രകാരമാണ് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നൊരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുന്നത് എന്ന് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നു. 35-ാമത്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പിൻ്റെ മാസത്തെ വിശേഷിപ്പിച്ചപ്പോൾ വിശേഷിപ്പിച്ചത് എന്താണ്? സൗമു ഷഹരി സബർ, ക്ഷമയുടെ മാസം എന്നാണ്. സഹോദരങ്ങളെ, ക്ഷമയാണ് ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ നമ്മുടെ വിജയത്തിൻ്റെ നിദാനമായി നിലകൊള്ളുന്നത്, കാരണമായി നിലകൊള്ളുന്നത്. വബശ്ശിരി സ്വാബിരീൻ എന്നാണ്. ക്ഷമാലുക്കളാണോ സന്തോഷവാർത്ത അറിയിച്ചോളൂ എന്നാണ്. ഇന്നമാ യുവഫ സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. സ്വാബിരീങ്ങളായ ആളുകൾക്ക് കണക്ക് നോക്കാതെയാണ് പ്രതിഫലം എന്നാണ്. കാരണം മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ പ്രധാനമായും 3 കാര്യങ്ങളോട് ഏറ്റുമുട്ടേണ്ടതുണ്ട്. ഇത് 3നും ക്ഷമ ആവശ്യമാണ്. ഒന്ന്, തൻ്റെ ദേഹേച്ഛ, മനുഷ്യ മനസ്സ് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും, അതിനെ പിടിച്ചു വെക്കാൻ ക്ഷമ വേണം. 2, പിശാജ് നിരന്തരം വസ്വാസ് ചെയ്തുകൊണ്ടിരിക്കും, അതിനെ തടയണമെങ്കിലും ക്ഷമ വേണം. 3-ാമത്തത് അള്ളാഹുവിൻ്റെ ഖലാ ഖദറാണ്. ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ അള്ളാഹു നൽകും. വനബുലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, ഖൈറുകൊണ്ടും ഷർറുകൊണ്ടും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും. 2 അവസ്ഥയിലും ക്ഷമ വേണം. ഖൈറുണ്ടാകുമ്പോൾ അതിനെ നന്മയിൽ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ക്ഷമ വേണം. ഷർറുണ്ടാകുമ്പോൾ അതിൽ ക്ഷമിക്കണമെങ്കിലും ക്ഷമ വേണം. അപ്പോൾ ക്ഷമയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ആകത്തുക. ഒരാൾക്ക് ക്ഷമ ലഭിച്ചാൽ അവന് വിജയം ലഭിച്ചു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിനെ അനുസരിക്കുവാൻ ക്ഷമ വേണം, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ ക്ഷമ വേണം, അള്ളാഹുവിൻ്റെ ഖളാകളിലും ഹുക്കുമുകളിലും ക്ഷമ വേണ്ടതുണ്ട്. ഇത് 3ഉം അൽഹംദുലില്ലാ റമളാനിലുണ്ട്, നോമ്പിലുണ്ട്. ഒന്ന്, അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ ക്ഷമ എന്ന് പറഞ്ഞാൽ നോമ്പനുഷ്ഠിക്കൽ, രാത്രി നമസ്കരിക്കൽ, മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്യൽ, 5 വക്ത് നമസ്കാരം, സ്വതക്ക, സക്കാത്ത്, മറ്റു പുണ്യകർമ്മങ്ങൾ.
അള്ളാഹു ഹറാമാക്കിയതിൽ നിന്ന് വിട്ടുനിൽക്കലും റമളാനിലുണ്ട്. എന്തൊക്കെയാണത്? ഭാര്യയിൽ നിന്ന് അകന്നു നിൽക്കുന്നു, ദാഹമുണ്ടെങ്കിലും വെള്ളം കുടിക്കുന്നില്ല, വിശപ്പുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കുന്നില്ല, മറ്റു കാര്യങ്ങളിൽ നിന്നും നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്നു. മൂന്നാമത്തത് അള്ളാഹുവിൻ്റെ ഹുക്കുമിൽ ക്ഷമ അവലംബിക്കുന്നു. കാരണം റമളാനിലെ നോമ്പ് അള്ളാഹുവിൻ്റെ ഹുക്കുമാണ്, അള്ളാഹു ഖളാ ആക്കിയതാണ്. അള്ളാഹുവിന് അതിനുള്ള അധികാരമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നാം ക്ഷമയോടുകൂടി ആ ഇബാദത്തിൽ മുഴുകുന്നത്. അതും ഏറ്റവും വലിയ ഖൈറാണ്. ഇപ്രകാരം ഈ പറഞ്ഞ 35ഓളം കാര്യങ്ങൾ, ഇതിലെ ഓരോന്നിനെയും നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുന്നതാണ്. വേറെയും ധാരാളം ഖൈറാത്തുകൾ അൽഹംദുലില്ലാ റമളാനിലും നോമ്പിലുമുണ്ട്. അത് നമുക്ക് പറഞ്ഞു തീർക്കുക എന്നുള്ളത് സാധ്യമല്ലാത്തൊരു കാര്യമാണ്. എന്നിരുന്നാലും ഈ പറയപ്പെട്ടതെല്ലാം ഇതിൻ്റെ ബേസായി നിലകൊള്ളുന്ന 35 കാര്യങ്ങളാണ്. ഈ 35 കാര്യങ്ങളും അതിൻ്റെ ഫളലുകളും അതിൻ്റെ പൊരുളുകളും മനസ്സിലാക്കി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമളാൻ മാസത്തെ നാം വരവേൽക്കുക, നോമ്പിനെ നാം വരവേൽക്കുക. നമുക്ക് ഹിദായത്ത് നൽകുന്ന, റഹ്മത്താകുന്ന, കാരുണ്യമാകുന്ന, ശിഫയാകുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ മാസം കൂടിയാണ് റമളാൻ മാസം എന്ന് മനസ്സിലാക്കി ഖുർആനിനോടും മറ്റു ഇബാദാത്തുകളോടും അങ്ങേയറ്റത്തെ അടുപ്പം കാണിച്ച് റമളാനിനും നോമ്പിനും നിശ്ചയിക്കപ്പെട്ട എല്ലാ ഫളലുകളും നേടിയെടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.